ദൈവമേ 10 മണിയായി ഇതുവരെയായിട്ട് ഇവര് എഴുന്നേറ്റില്ലേ? ഈ കിടക്കുന്ന ആരൊക്കെയാണെന്നറിയാവോ? പണ്ടത്തെ സൂപ്പർ ഹീറോകളാ ഈ കിടക്കുന്നത്. ഇത് ശക്തിമാൻ, ഇത് സൂപ്പർമാൻ, ഇത് സ്പൈഡർമാൻ. അങ്ങനെ പ്രായമായി കഴിഞ്ഞപ്പോ അവസാനം വൃത്തസാനത്തിൽ വന്നെത്തി. എല്ലാരും എഴുന്നേറ്റ്. ഹലോ, എഴുന്നേക്ക് 10 മണിയായി. അതൊക്കെ എഴുന്നേറ്റ് വന്നാ മതി. എഴുന്നേക്ക്. ഞങ്ങളെ അങ്ങനെ കളിയാക്കണ്ട. പണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് എത്ര പേര് രക്ഷിച്ചിട്ടുള്ളതാണെന്നറിയാവോ? രക്ഷിച്ചിട്ടുണ്ട്. ഈ വന്നേ, ഈ കൈയൊന്ന് തത്തരവോ? അതെന്താ പറ്റി? ആവേശത്തിൽ പൊക്കിപ്പോയതാ. ഇപ്പൊ കോച്ചി പിടിച്ചു. എങ്ങനെയെങ്കിലും വർത്താനം പറഞ്ഞ കുഴപ്പമില്ല. കോച്ചി പിടിക്കും. താത്തി പിടിക്കണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പൊ ഓക്കെ ആയല്ലോ. എന്നാ ഇപ്പൊ ചോദിക്കുന്നത്? എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. ഒന്നും ചോദിച്ചതല്ല, വല വിടാൻ നോക്കുക. വല വിടാനോ? പണ്ട് ഞാനിങ്ങനെ വെച്ചാ ചറുമുറ വല വിടുമായിരുന്നു. ഇപ്പൊ ചറുമുറ മാത്രമേ ഉള്ളൂ, വലയില്ല. എന്തിനാ ഈ കിടന്ന് കറങ്ങുന്നേ? അത് നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ഈ ഫാന്റെ കറക്കം നിർത്തും. അതിന്റെ കാറ്റടിച്ചാണ് ഞാൻ കിടന്ന് കറങ്ങുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചെറുപ്പത്തില് ഒറ്റ കറക്കത്തിൽ 100 കറക്കം കറങ്ങിക്കൊണ്ടിരുന്ന എഴുന്നേറ്റുന്ന തല കറങ്ങുമായിട്ട് ആണല്ലേ? അതുകൊണ്ടാ ഇങ്ങനെ പറ്റിപ്പോയത്. എല്ലാരും അവരവരുടെ സ്ഥലത്ത് പോയിരുന്നു. ഫുഡ് ഇപ്പൊ തന്നെ എത്തുന്നതായിരിക്കും. മര്യാദക്ക് ഇരുന്നോളാം, മര്യാദക്ക്. എഴുന്നേറ്റൊന്നും ഓടുവോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. നടുവല്ലോ മിന്നിയ ഞാൻ കിടന്ന് കഷ്ടപ്പെടും. അതുകൊണ്ടാ പറഞ്ഞേ. അതെ, ഞങ്ങളെ 3 പേരെ അങ്ങനെ കളിയാക്കണ്ട. ഞങ്ങള് 3 പേരുവേ പണ്ട് കിടിലമായിരുന്നു. അതെ അതെ, എത്രയോ ജീവനുകളെ ഞങ്ങളുടെ കടലിൽ നിന്നും കായലിൽ നിന്നും മലയിൽ നിന്നും എവിടുന്നെല്ലാം രക്ഷിച്ചിട്ടുണ്ടോ അറിയോ? തീക്കകത്ത് രക്ഷിച്ചിട്ടുണ്ട് അറിയോ? ഒഴിവേ, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ട്. 20 നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് ഒരു പെൺകുട്ടി ഹെൽപ്പ് മീ എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഭിത്തിയെ കൂടെ പിടിച്ച് കയറി ആ പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് താഴെ വന്ന്. അറിയാവോ? ഈ പറയുന്ന ആളെ ഇന്നലെ രാത്രി മൂത്രം ഒഴിക്കാൻ ഭിത്തിയക്കട ഇങ്ങനെ പിടിച്ചു പോണേ ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാ പറഞ്ഞത്. അല്ല, പ്രായമായില്ല, അതുകൊണ്ടാ. പ്രായമായി, അതുകൊണ്ടാ പറഞ്ഞ മര്യാദയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മെനു എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ ശരിയാക്കി വെക്കാം. അവനാണെങ്കിൽ എനിക്ക് നൂഡിൽസും നൂൽപുട്ടും വേണം. നൂഡിൽസും നൂൽപുട്ടും അതിന്റെ അതാവുമ്പോ അതിനകത്ത് നൂലും വലയൊക്കെ ഉണ്ടല്ലോ. ശരിയാ, സമയം പോകില്ല, അത് എണ്ണിക്കൊണ്ടിരിക്കാം. അതിലും നല്ലത് കഴിഞ്ഞ ആഴ്ചത്തെ പരിപ്പോടെ അതങ്ങ് ഒടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിറച്ച് വലയാകും. ആണോ? എന്നാലും മതി, ഗ്യാസ് ഉണ്ട്, കുഴപ്പമില്ല. എനിക്ക് ഈ വീശി അടിക്കുന്ന എന്തെങ്കിലും തന്നാ മതി. കത്രീന മതിയോ? കൊടുങ്കാറ്റാ? അതുപോലെ കൊടുങ്കാറ്റല്ല, ഞാൻ ഉദ്ദേശിച്ച പൊറോട്ടയാ. പൊറോട്ടയാണ് വീശി അടിക്കുന്ന പൊറോട്ട. ഇവിടെ എന്നാ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഇവിടെ ഒന്നും വേണ്ട. എനിക്ക് ഒന്നും വേണ്ട. എന്തെങ്കിലും കഴിക്കാതെ എങ്ങനെ? അല്ല, ഒരാഴ്ചയായിട്ട് ഇങ്ങളൊന്നും കഴിക്കുന്നില്ല. ഒരാഴ്ച ഒരു ചപ്പാത്തിയാ കഴിച്ചത് അറിയാം. എന്താ ഒന്നും കഴിക്കാത്ത? അങ്ങനെ നിർബന്ധമാണെങ്കിൽ എനിക്ക് 2 വായു ഗുളികയും ഇത്തിരി ചൂടുവെള്ളം തന്നാ മതി. ഓക്കെ, എല്ലാരും റെഡി ആയിട്ടിരുന്നു. ഉപ്പുമാവും പാളയങ്ങളും പഴവും ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇയാൾ എപ്പോ വന്നാലും മെനു കൊടുത്തോണ്ട് പോകും, എന്നിട്ട് ഞങ്ങൾക്ക് ഉപ്പാവ് തരുത്. എന്നാ പരിപാടിയായി? അതേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ അങ്ങ് പോകാൻ വരട്ടെ. ഒരു കാര്യം പറയാനുണ്ട്. അതാ, പുതിയൊരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടിട്ട് നിങ്ങൾ അങ്ങ് പോയാൽ മതി. ഇല്ല, ആരാലും ഞങ്ങൾ കാണുന്നില്ല, കാണണ്ട. അവര് വന്ന് കണ്ടിട്ട് പോട്ടെന്നു. ആര് വന്നാ എന്താ കുഴപ്പം? ആരാ വരുന്നത്? ഒരു കെയർടേക്കറോ? ഏതവൻ വന്നാലും ഞാൻ പോകും. ഏതവനല്ല, ഏതവള്. ഞാൻ പോകത്തില്ല. ഞാനും പോകത്തില്ല. ഞാൻ കണ്ടിട്ടേ പോകത്തില്ല. എന്നാ വിളിക്കാം. മേഡം വന്നോ മേഡം. അതെ, ഇവരൊക്കെയാണ് ഇവിടുത്തെ അന്തേവാസികള്. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് മായ. ഞാനാണ് നിങ്ങളുടെ പുതിയ കെയർ ടേക്കർ. ആയിക്കോട്ടെ. മോക്ക് ഞങ്ങളെയൊക്കെ അറിയാവോ? പിന്നെ നിങ്ങളെയൊക്കെ അറിയാത്ത ആരല്ലേ? ഇതെന്താ ബെഡ്ഷീറ്റ് കൊടുത്തിരിക്കുന്നേ? ബെഡ്ഷീറ്റോ? ഭയങ്കര നാണം. കൈമാറ്റ്. ആകാശത്തോടെ ഷർട്ട് ഇട്ടോണ്ട് പറക്കണേന് കുഴപ്പമില്ല. ഇപ്പൊ ഈ സ്ത്രീ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര നാണം. എവിടുന്ന് വന്ന് ഈ നാണം? സാരില്ല കേട്ടോ. നമുക്കേ വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടല്ലോ. പരിചയപ്പെടാം. ഞാൻ പരിചയപ്പെടാം. അവരവരെ അങ്ങോട്ട് മാറിക്ക്, എല്ലാരെയും പരിചയപ്പെടും. ഞാനൊന്ന് പരിചയപ്പെടാൻ സമയമുണ്ട്. നമുക്ക് ഈ അറ്റത്ത് തന്നെ പരിചയപ്പെടാം അല്ലേ? ആയിക്കോട്ടെ. ഇത് 8 കാലി മമ്മൂഞ്ഞ. അവൻ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്ന ഞാൻ സ്പൈഡർമാൻ. എങ്ങനെ ഈ സ്പൈഡർമാൻ എന്നുള്ള പേര് വന്നേ? അതായത് മലയാളത്തിൽ പറഞ്ഞാ മതി. അതല്ല, ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലേ?
ഇവർക്ക് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതായത് എന്നെ ചെറുപ്പത്തിലെ ഒരു 8 കഴിച്ചതാ. ആണോ? അതിൽ പിന്നെ ഞാൻ മാനസിക രോഗിയായി പോയി. മാനസിക രോഗിയോ? മാനുഷികൻ. മാനസികൻ. അങ്ങനെ ഞാൻ സ്പൈഡർമാൻ ആയി. ഇരിക്കട്ടെ. ഓക്കെ. അപ്പൊ ഈ സൂപ്പർമാൻ എങ്ങനെ ഈ പേര് വന്നേ? ഞാൻ പണ്ട് പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകുമ്പോ ഒരു സൂപ്പർ ഫാസ്റ്റ് ഇടിച്ചു, അങ്ങനെ സൂപ്പർമാനായി. അകത്തിരുന്ന് പുറത്തു വന്നു, പുറത്തിരുന്ന് അകത്ത് വന്നു, അങ്ങനെ ആയി. അങ്ങനെയൊന്നും അല്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ശക്തിമാനോ? മോളെ, ഞാൻ ശക്തിമാനൊന്നും അല്ലായിരുന്നു. ഞാൻ സാധാരണ ഒരു പോസ്റ്റ്മാനായിരുന്നു അങ്ങ് മഹാരാഷ്ട്രയിൽ. ആണോ? ഒരുത്തിന് അഡ്രസ്സ് അപ്പൊ ഈ ലെറ്റർ പിടിച്ചോണ്ട് ഇത് 6 ലെറ്റർ പിന്നെ ഇങ്ങനെ കറങ്ങി കിടക്കുമായിരുന്നു. അങ്ങനെ കറങ്ങി എന്നെ പിടിച്ചെല്ലാരും കൂടെ ശക്തിമാനാക്കി. അങ്ങനെ ആയതാ ഞാൻ. ഇപ്പോഴും ആ ലെറ്റർ കൊടുത്തിട്ടില്ല, അതിന്റെ ഒരു വേദന ഉള്ളിലുണ്ട്. ഓ, ഒരു ലെറ്റർ തരട്ടെ? വേണ്ട. അപ്പൊ ശക്തിമാൻ ശക്തി കാട്ടുന്നു, അതെ. സൂപ്പർമാൻ ഷട്ടി കാട്ടുന്നു, സ്പൈഡർമാൻ ചറപറ വല വിടുന്നു. അതെ. വലയോ? VA വല, LI അല്ലോ. അതെ, റൂമിന് പലപ്പോഴും വല വിടുന്നു, ഞങ്ങളെല്ലാം ഇറങ്ങി ഓടാറുണ്ട്. എന്തായാലും നിങ്ങളെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായി, പ്രത്യേകിച്ച് ഈ അങ്കിളിനെ. സിംഗിളായി എന്നെ അങ്കിൾ എന്ന് വിളിക്കുന്നത് പ്ലീസ്. സോറി. ഏതായാലും നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയല്ലോ. അയ്യോ, ശക്തിമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ മാനല്ലാത്തത് അപ്പൊ ചേട്ടൻ മാത്രം ഒയ്യോ അല്ലേ? ഞാൻ മാത്രമുള്ളൂ ഈ മാനല്ലാത്ത. ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്നെ ഏതെങ്കിലും ഒരു ജീവി കടിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു മാനായി മാറിയാനല്ലോ. ഒരു കാര്യം ചെയ്യ്, വഴിയിലോട്ട് ഇറങ്ങിയോ, പട്ടി കടിച്ചോളൂ. അപ്പൊ ഞാൻ ഏത് മാനാകും? സൂപ്പർമാനാകും. മോളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ ആരോഗ്യം തീരെ ശരിയല്ലെന്നൊന്ന്, പ്രായമായില്ലേ, എനിക്ക് ആരോഗ്യം ഉണർവ് വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് പറഞ്ഞു. അതിന് ഇനി എന്തിനാ വിഷമിക്കുന്നേ? ഞാൻ വന്നേക്കല്ലേ. നമുക്കേ ശരീരത്തിന് നല്ല ഉന്മേഷമൊക്കെ കിട്ടാനേ ഒരു ദിവസത്തിൽ ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ സൈക്കിൾ യാത്ര ചെയ്താൽ മതി. അയ്യോ, ഞാൻ ആഴ്ച 3 പ്രാവശ്യം സൈക്കിൾ സവാരി ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഉണർവ് വരുന്നില്ല. എങ്ങനെ ഉണർവ് വരും? വേറെ ഒരുത്തന്നെ സൈക്കിളിന്റെ പുറകെ കിടന്ന് സവാരി ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഉണർവ് വരുമോ? വല്ല പ്രായമുണ്ട്, നടക്കാൻ പോയി, അതാ പുറകിരുന്ന് പോകുന്നത്. അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അതെ, എനിക്ക് ഈ വണ്ണവും വയറും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരെന്നെ കളിയാക്കും. അപ്പൊ ഈ സുംബ ചെയ്ത വയറ് കുറയുമോ? തുമ്പയല്ല നല്ലത്, തൂമ്പയാണ് നല്ലത്. കുറച്ചു നേരം കിളച്ചാൽ മതി, തൂമ്പയെടുത്ത് വയറ് നന്നായിട്ട് കുറയും. വെറുതെ ഇരുന്നേ അവരെ വിഷമിപ്പിക്കല്ലേ. നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ വന്നില്ലേ. ഇനി നമുക്ക് ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് പണ്ടത്തെ പോലെ നല്ല ഉഷാറാവണമെന്നേ. നിങ്ങൾ എല്ലാരും ഞാൻ നല്ല ഫിറ്റ് ആക്കും. ഫിറ്റ് ആക്കണമെങ്കിൽ ഫുള്ള് മേടിച്ചു തന്നാൽ മതി, അടിച്ച് ഫിറ്റ് ആക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാനേ. മേഡം ഇങ്ങ് വന്നേ. എന്താന്നേ മേഡം എന്തിനുള്ള പുറപ്പാടാത്? ഇവർക്കൊരു ഉന്മേഷമൊക്കെ കിട്ടണ്ടേ? എന്ത് ഉന്മേഷം? മേഡം, ആ ചങ്കത്ത് തീപ്പെട്ടിപ്പടം ഒട്ടിച്ച പുള്ളി ഉണ്ടല്ലോ, ആര്? ശക്തിമാനോ? ശക്തിമാൻ. പുള്ളി ഭയങ്കര കറക്കക്കാരനാ, മേഡത്തിനെ കറക്കി എടുത്തോണ്ട് പോകും. അയ്യോ, അത് മാത്രമല്ല, ഈ 8 കാലി മമ്മൂഞ്ഞുണ്ടല്ലോ, വല വിടുന്ന ആളാ, വല വീശി പിടിക്കും മേഡത്തിനെ. അപ്പൊ ആ സൂപ്പർമാനോ? അത് ഇപ്പൊ തന്നെ കണ്ടാ അറിയത്തില്ല, എന്തിനും തയ്യാറാ. അയ്യോ, ഒന്ന് വെറുതെ ഇരുന്നേ, അങ്ങനൊന്നും പറയാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇനി ലാസ്റ്റ് പ്രശ്നമാകരുത്, അതുകൊണ്ടേ ഉള്ളൂ. ഞാൻ നോക്കിക്കോളാം. ഉള്ള കാര്യം മോളെ, ഞങ്ങൾ എന്താ ചെയ്യണ്ട പറ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് ഡാൻസ് ചെയ്യാലോ? ചെയ്യാം. നിങ്ങൾ റെഡിയല്ലേ? റെഡിയാ. അപ്പൊ മ്യൂസിക് കിട്ടോ? മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ, നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. ശരിയാക്കി മേഡം. ഇവര് നടുവോ കാലോ എങ്ങാനും മിനിറ്റുണ്ടെങ്കിൽ മോളിൽ നിന്ന് വിളി വരും, എന്റെ ജോലിയും പോകും. ആര് പറഞ്ഞു നടുമുളുങ്ങൂന്ന്? അങ്ങനെ ഒന്നുമില്ല. അതെ, അവരെന്തോരം സന്തോഷം നോക്കിയേ. അവരുടെ ഉള്ളിലുള്ള സൂപ്പർ പവർ ഒക്കെ ഞാനൊന്ന് പുറത്തെടുക്കാൻ നോക്കിയല്ലേ. ഇവർക്ക് സൂപ്പർ പവറോ? ഇനിയൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സൂപ്പർ പവർ. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെ പോലുള്ള സൂപ്പർ പവറുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ആരും ഇല്ലെന്നാ പറഞ്ഞത്. ആര് പറഞ്ഞില്ലെന്ന്? ഇവരെ പോലെ സൂപ്പർ പവറുള്ള സൂപ്പർ ഹീറോസ് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അതാണ് ഞങ്ങൾ അറിയാതെ സൂപ്പർ പവറുള്ള സൂപ്പർ ഹീറോ. ആ ഫോൺ ഇങ്ങോട്ട് എടുത്തേ. നെറ്റുണ്ടോന്ന് അറിയില്ല. കാണ്.
നമ്മളെപ്പോലെ അമാനുഷിക ശക്തിയില്ലാതെ അത്യാവശ്യ സമയത്ത് അവസരോചിതമായി ഇടപെടുന്ന ഇതുപോലുള്ള സാധാരണപ്പെട്ട മനുഷ്യരാണ് യഥാർത്ഥ ഹീറോസ്. എന്റെ വക ഇരിക്കട്ടെ ഒരു സല്യൂട്ട്.